ധർമ്മേന്ദ്ര പ്രധാൻ അപമാനിതനായാണ് ക്യാബിനറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. ധർമ്മേന്ദ്ര പ്രധാനേക്കാളും അഴിമതിക്കാരായ മന്ത്രിമാർ ക്യാബിനറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാന്റെ അനുകൂലികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒഡീഷ BJPയിൽ പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര നേതൃത്വത്തോട് തുറന്നു പറയുന്നു, തങ്ങളുടെ നേതാവിനെ അപഹസിച്ചിറക്കിയത് ശരിയായ രീതിയല്ല. BJP നേതൃത്വം അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാൻ ശ്രമിച്ചത് എന്ത് മാനദണ്ഡത്തിൻ്റെ പുറത്താണ്? അഴിമതിക്കാരായ നിർമ്മല സീതാരാമനും നിതിൻ ഗഡ്കരിയും അടക്കമുള്ളവർ ഇരിക്കുമ്പോൾ ഡൽഹി സാഹചര്യങ്ങളെ ഒരു രീതിയിലും മോണിറ്റർ ചെയ്യാതെ അക്രമാസക്തമായി പോലീസിനെ കുത്തഴിച്ചുവിട്ട അമിത്ഷായെക്കുറിച്ച് അവർക്ക് എന്താണ് പറയാനുള്ളത്? ധർമ്മേന്ദ്ര പ്രധാൻ BJP വിടാൻ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ ഒഡീഷയിലെ പ്രാദേശിക ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാൻ അങ്ങനെ BJP വിടുമോ? പ്രധാൻ ഒരു RSSകാരനല്ലേ എന്നൊക്കെ BJPയുടെ ഗോതി മീഡിയകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെയും ധർമ്മേന്ദ്ര പ്രധാനെ BJPയിൽ നിന്ന് വിടാതിരിക്കാൻ അല്ലെങ്കിൽ BJPക്ക് നഷ്ടപ്പെടാതിരിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത് BJPക്കാരല്ല, മറിച്ച് ഗോതി മീഡിയകളാണ്. ഒഡീഷയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ ചരൺ മാഞ്ചിയും ധർമ്മേന്ദ്ര പ്രധാനും തമ്മിൽ വടംവലി നടക്കുകയാണ്. അതായത് BJPയുടെ ഒഡീഷയുടെ ചരട് മോഹൻ ചരൺ മാഞ്ചി പരിപൂർണമായി അദ്ദേഹത്തിൻ്റെ കൈവശമല്ല. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം രാജിവെച്ച് മുഖ്യമന്ത്രി സ്ഥാനം ധർമ്മേന്ദ്ര പ്രധാൻ ഏറ്റെടുക്കാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം 78-ൽ ഭൂരിപക്ഷ MLA-മാരും ഏകദേശം 40ഓളം MLA-മാർ പ്രധാന്റെ അനുകൂലികളാണ്. അവർക്കൊക്കെ സീറ്റ് ലഭിച്ചത് പ്രധാന്റെ ഇടപെടൽ കാരണമാണ്. അതുമാത്രമല്ല, ബിജു ജനതാദളിലെ ഏതാനും ചില MLA-മാർ രാജിവെച്ച് BJP ചേർന്ന് അവർ ജയിച്ച് MLA-മാരായിട്ടുണ്ട്. അവരും പ്രധാന്റെ വക്താക്കളാണ്. അവരൊക്കെ ആഗ്രഹിക്കുന്നത് മോഹൻ ചരൺ മാഞ്ചിയുടെ രാജിയും ധർമ്മേന്ദ്ര പ്രധാനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുക എന്നുള്ളതാണ്. കേവലം സമ്പൽപൂർ എന്ന ലോക്സഭയുടെ പ്രതിനിധിയായി ഇരിക്കാനല്ല തങ്ങൾ അദ്ദേഹത്തെ അയച്ചിരിക്കുന്നത്, കേന്ദ്രമന്ത്രിസ്ഥാനം നിലനിർത്താൻ തന്നെയാണ്. അല്ലെങ്കിൽ ഒഡീഷയുടെ മുഖ്യമന്ത്രിയാകട്ടെ എന്നാണ് ഒഡീഷയുടെ BJP ഘടകം ഏറ്റവും ശക്തമായി തന്നെ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയല്ല എങ്കിൽ ഉറപ്പായും ഭരണം തള്ളിയിടാൻ വേണ്ടി അല്ലെങ്കിൽ ഭരണ അട്ടിമറിക്ക് വേണ്ടി വിമത നീക്കം നടത്താനാണ് ഒഡീഷയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ അനുകൂലികൾ ശ്രമിക്കുന്നത്. പ്രധാൻ വളരെ ശക്തമായി ആഗ്രഹിക്കുന്ന കാര്യവും അതുതന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞതൊന്നും അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തുന്നില്ല. പ്രത്യേകിച്ചും കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്നും അവകാശനായി രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതും തൻ്റേതല്ലാത്ത കുറ്റത്താൽ രാജിവെക്കേണ്ടി വന്ന സാഹചര്യമെന്ന് അദ്ദേഹം എടുത്തു പറയുന്ന കാര്യമാണ്. തൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിവെക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് BJPയുടെ കേന്ദ്ര നേതാക്കളുടെ ശക്തമായ സമ്മർദ്ദം കൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണ്.